ഹായ്. അപ്പോൾ ഞങ്ങളിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയതാണ്. അപ്പോൾ ഒരാൾ ഭയങ്കര വിഷമത്തിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്നത് ഇഷ്ടമില്ല, രണ്ടുപേരും പോകുമ്പോൾ അവന് ഭയങ്കര സങ്കടമാണ്. ഒരാളെങ്കിലും വീട്ടിൽ, ഞാൻ മെയിനായിട്ട് അവന് വീട്ടിൽ വേണം. അപ്പോൾ ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ട് വരുമ്പോൾ ടൈപ്പിന് പപ്സ് മേടിച്ചു. അവന് പപ്സ് ഭയങ്കര ഇഷ്ടമാണ്. പപ്സ് മേടിച്ചിട്ട് വരാറുമ്പോൾ മിണ്ടാണ്ടിരുന്നത് അല്ലെങ്കിൽ കരയും. അപ്പം ഞങ്ങൾ ഇപ്പോൾ താമസം തിരുപ്പൂരാണ്, തമിഴ്നാട്ടിൽ. അപ്പോൾ അമ്പലം കോയമ്പത്തൂർ റോട്ടിലാണെന്നുള്ളത്. സൂളൂർ എന്ന് പറയും, ഉമാമഹേശ്വരൻ്റെ അമ്പലമാണ് ഇത്. പൊള്ളാച്ചി റോഡാണ്, നമ്മൾ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട് അമ്പലത്തിൽ. മലയാളിയുടെ അമ്പലമാണത്. ഫുള്ള് പൂജാരിയൊക്കെ മലയാളിയാണ് അവിടെ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞായറാഴ്ചയല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ. ഇതാണ് അമ്പലം, ഉമാമഹേശ്വരൻ്റെ അമ്പലമാണ്. 3 പ്രതിഷ്ഠയാണ്, അച്ഛനും മക്കളും, അതായത് ശിവനും പാർവതിയും ഗണപതി മുരുകൻ. 4 പേരുണ്ട്, 4 പേരാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് അരളിച്ചെടിയൊക്കെ കണ്ടു, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അമ്പലം ഇതാണ് അമ്പലം, സൂപ്പർ അമ്പലം, നമ്മുടെ കേരള സ്റ്റൈലിലെ അമ്പലമാണ്. എന്താ പറയുക, ഭയങ്കര സൈലൻ്റാണ്, തിരക്കൊന്നുമില്ല. മലയാളീസ് കൂടുതൽ വരും ഇവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താക്കി, പുഷ്പാഞ്ജലി കഴിക്കുക. നമ്മുടെ ആ കേരളത്തിലെ പൂജയാണ് എല്ലാം, തമിഴ്നാട് സ്റ്റൈലല്ല. അപ്പോൾ ഞാൻ പുഷ്പാഞ്ജലി കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലി കഴിച്ചു. അപ്പോൾ ഞാൻ ടൈഗുൻ്റെ പേരിലും കഴിച്ചു. അപ്പോൾ അവർ ചോദിച്ചു നക്ഷത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവൻ നായ്ക്കുട്ടിയാണെന്നാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, പേര് കേട്ടപ്പോൾ എന്നെ മനസ്സിലായി എന്ന് ചിരിച്ച്. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ നടയിലുള്ളിലേക്ക് പോയി. അതിൻ്റെ അകത്തുനിന്നുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ തൊഴുതിട്ട് പ്രസാദമൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെ പോയതാണ്. അപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പ്രസാദം തന്നു, നല്ല അവൽ മലര് തന്നു, അത് കഴിച്ചു. പിന്നെ ഒരു പായസം തന്നു, അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം അങ്ങനെ ഞങ്ങൾ തൊഴുത് വെളിയിൽ തിരിച്ചു വന്നു. അപ്പോൾ വിശക്കെന്ന് പറഞ്ഞപ്പോൾ ഏഷട്ടൻ പറഞ്ഞു ഹോട്ടലിൽ പോവാം, നല്ല എന്താ പറയുക, റോസ്റ്റ് കഴിച്ചു, ചൂട് റോസ്റ്റ് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. സാമ്പാറും ചട്നിയൊക്കെ കൂട്ടിയിട്ട് റോസ്റ്റ് കഴിച്ചു. അങ്ങനെ നേരെ വീട്ടിലേക്ക്